ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഏതൊക്കെ വിദേശ താരങ്ങളെ നമുക്ക് വേണം, അതുപോലെ സെല്ല് ചെയ്യണം, അല്ലെങ്കിൽ ലോണിൽ വിടണം, പുതിയ പൊസിഷനിലേക്ക് പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യണം എന്നൊക്കെ തരത്തിൽ. അപ്പം വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വിദേശ താരങ്ങളുടെ കാര്യത്തെ പറ്റിയും ഈ ഒരു വീഡിയോ ബ്ലാസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ ചെയ്യണം എന്നുള്ളത്. അപ്പം അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ, ഒരു ടീമിന് 6 വിദേശ താരങ്ങളെയാണ് സൈൻ ചെയ്യാൻ പറ്റുക ഒരു സീസണിൽ, അല്ലെങ്കിൽ സ്ക്വാഡിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുക. 4 പേരെ നമുക്ക് സ്റ്റാർട്ടിങ് 11 അല്ലെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് ഫീൽഡിൽ അണിനിരത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യത്തിൽ ഞാനൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നത് അതാണ്. അതായത് 6 വിദേശ താരങ്ങളും ഒരേപോലെ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആയിട്ടുണ്ടാകുക എന്നുള്ളത്. ഇപ്പോൾ അത് ഏറെക്കുറെ നമുക്ക് പറയാൻ കഴിയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ അല്ലെങ്കിൽ മുംബൈ സിറ്റി FC, ഒരു പരിധി വരെ ഗോവയുടെയും അല്ലെങ്കിൽ ഒഡീഷയുടെയും പേര് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്താൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം. ഞാൻ ഇപ്പം ലൂണ, ദിമി, ലെസ്കോ ക്വാളിറ്റി വൈസാണ് ഞാൻ പറയുന്നത്, ഒരു ക്ലാസ് പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷേ അതിൽ ആ ഒരു ലെവൽ തന്നെയാണോ ബാക്കി 3 പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ അത് വളരെ പ്രധാനമായിട്ട് മാറും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലെയറെയൊക്കെ ചിലപ്പം പരമാവധി കളിപ്പിക്കേണ്ടി വരും, അവരുടെ ഫിറ്റ്നസ് ഇതിനെയൊക്കെ നമുക്ക് ബാധിക്കും. ഇപ്പം മോഹൻ ബഗാൻ്റെ കാര്യം എടുത്താലും ഇപ്പോൾ കമ്മിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സാധുക്കോ ആണെങ്കിലും ഇവരൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീഗോ മൊറിഷ്യോ, റോയ് കൃഷ്ണ, ഇങ്ങനെയുള്ള പല എക്സാമ്പിൾസും നമുക്ക് മുന്നിൽ വെക്കാൻ സാധിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി എന്നുള്ള നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ 6 ഒരേ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 6 മാസം അല്ലെങ്കിൽ 7 മാസം നീണ്ടു നിൽക്കുന്ന ലീഗാണ്. അപ്പം അത് പറഞ്ഞ പോലെ ചിലപ്പോൾ പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റും. ഇഞ്ചുറിയൊക്കെ സ്വാഭാവികമാണ്, നമുക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു പ്ലെയർ പോയി കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ നമുക്ക് റീപ്ലേസ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കളിപ്പിക്കാൻ ഒരു പ്ലെയർ ഉണ്ടാകണം. ആ ഒരു സെയിം ക്വാളിറ്റിയുടെ വരാതെ വരുമ്പോഴാണ് നമ്മുടെ ഒരു ഗെയിമിനെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇനി നമുക്ക് ഓരോ പ്ലേയേഴ്സിനെയും അല്ലെങ്കിൽ ഓരോ പൊസിഷൻ തിരിച്ചു വരുമ്പോൾ ഏതൊക്കെ പ്ലേയേഴ്സിനെ നമുക്ക് വേണം മുന്നോട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവിടെ റീപ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ലെസ്കോവിച്ച്. ഞാൻ പറഞ്ഞു ലെസ്കോവിച്ച് പറഞ്ഞൊരു ക്ലാസ് പ്ലെയറാണ്, ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ളൊരു സംശയമില്ല. പക്ഷേ ഞാൻ പറയും ലെസ്കോവിച്ചിനെ നമുക്ക് ഈ സീസണിൽ ഒരു ഗുഡ് ബൈ പറയാമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു റീസൺ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടൊന്നുമല്ല. അദ്ദേഹം കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പക്ഷേ അദ്ദേഹം ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ്. അദ്ദേഹം ഈ ഒരു സീസണിൽ ഏതാണ്ട് 50% മത്സരങ്ങളിൽ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. സോ ഇങ്ങനത്തെ ഒരു പ്ലെയർ നമുക്ക് ഈ 6 പ്ലേയേഴ്സ് മാത്രമുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്ലെയറെ നമുക്ക് റിലേ ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് അതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് നല്ല കോൺട്രിബ്യൂഷൻസ് ആണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം നല്ല പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അദ്ദേഹം ഫീൽഡിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഡിഫൻസിൽ എത്രത്തോളം കോമ്പാക്റ്റ് ആകുമെന്നുള്ള കാര്യവും ഇതൊക്കെ നമുക്കറിയാം. മറ്റു പ്ലേയേഴ്സിനെ പോലും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷേ ഇങ്ങനെ ഒരു ഫാക്ടർ ഉള്ള നിലയ്ക്ക് നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് വിദേശ താരങ്ങളെയൊക്കെ സൈൻ ചെയ്യാമായിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് നിലനിർത്താമായിരുന്നു. പക്ഷേ ഇങ്ങനെ 6 പ്ലേയേഴ്സിന് മാത്രമുള്ളൊരു സാഹചര്യത്തിൽ അതിലൊരു വലിയൊരു റിസ്ക് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ്. അടുത്തൊരു കാര്യമാണ് മിലോസ് ഡ്രിഞ്ചിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സെൻറ്റർ ബാക്ക്. ഇദ്ദേഹത്തെ നിലനിർത്തുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഏതാണ്ട് ഫാൻസൊക്കെ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ നിലനിർത്തണം എന്നുള്ള നേരത്തെ തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു അൺപോപ്പുലർ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയാം. അതായത് മിലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇടയ്ക്കൊക്കെ ഈ ഒരു മിസ്റ്റേക്സ് വരുന്നത് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അത് പിന്നെ ഒരു പ്ലെയറുടെ ഭാഗത്ത് നിന്ന് വരാം. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമുക്ക് ലെസ്കോവിച്ചിൻ്റെ ഒരു പ്യുവർ റീപ്ലേസ്മെൻ്റ് ആണ് ഒരു ഫസ്റ്റ് ചോയ്സ് CB എന്ന നിലയിൽ നോക്കുമ്പോൾ വരേണ്ടത്. ആ ഒരു ക്ലാസ് ഡിഫെൻഡിങ് ഒരു CB എന്ന നിലയ്ക്കുള്ള പ്ലെയറിനെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം മിലോസിനെ സംബന്ധിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ ആയിട്ട് കളിക്കുന്നൊരു സമയത്ത് നമ്മളിപ്പോൾ ഹോമിപ്പാമുമായിട്ടാണ് അദ്ദേഹത്തെ കോമ്പിനേഷൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ ലീഡർഷിപ്പ് ഡിഫൻസിൽ വേണമെന്നാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളുടെ ആ ഒരു ഇപ്പം മിഡ്ഫീൽഡിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും ആ ഗോൾ കീപ്പിംഗ് പൊസിഷൻ ആണെങ്കിലും ഒക്കെ കളിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സാണ്. അത് കൂടുതൽ പേരും യങ് പ്ലേയേഴ്സാണ്. അപ്പം അതുപോലത്തെ ഒരു ലീഡർ അവിടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ലെസ്കോവിച്ചിനെ പറ്റി പല പ്ലേയേഴ്സും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനെ പറ്റിയും അദ്ദേഹം എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയും പ്ലേയേഴ്സിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ ഒരു തരത്തിലുള്ള ഒരു പ്ലെയറെ നമുക്ക് അവിടെ ആവശ്യമാണ്. സോ മിലോസിനെ ആ ഒരു തരത്തിൽ അത്രയും ഇനി അദ്ദേഹം വളർന്നേക്കാം, ആ ഒരു ലെവലിൽ എത്തിയേക്കാം. പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമെന്നാൽ അദ്ദേഹത്തെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വെച്ചിട്ട് നമുക്ക് മറ്റൊരു പറഞ്ഞ പോലെ ലെസ്കോവിച്ചും റീപ്ലേസ്മെൻ്റ് എന്ന നിലയിൽ ഒരു പ്ലെയറെ കൊണ്ടുവന്നാൽ ഓക്കെ അല്ലെന്ന്. പക്ഷേ
അവിടെ ഞാൻ പറയാം, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം കേട്ടോ. കാരണം പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു 6 മാസം നീണ്ടു നിൽക്കുന്ന സീസണാണ്, നമുക്ക് 6 പ്ലേയേഴ്സിനെ പറ്റുള്ളൂ. സോ ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് കൂടി കളിക്കാൻ പറ്റുന്ന ഒരു CBയെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഒരു മെയിൻ CB ലൈക്ക് ലെസ്കോവിച്ചിൻ്റെ റീപ്ലേസ്മെൻറ്റ്, അതിന് പകരം മറ്റൊരു CB പ്ലസ് ഒരു DM കൂടി കളിക്കാം. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അറ്റാക്കിങ്ങിലെ ഫോറിൻ പ്ലേയേഴ്സ് അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോൾ അവിടെ നമുക്കൊരു ഹോൾഡ് ചെയ്ത് ആ ഒരു മിഡ്ഫീൽഡിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ, അല്ലെങ്കിൽ നമുക്ക് ചില മാച്ചസിൽ പറഞ്ഞ പോലെ ഒരു ഡീപ്പ് ലൈനിൽ ഒരു പ്ലേ മേക്കർ റോളോ അല്ലെങ്കിൽ ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് കിട്ടിയാൽ നന്നായിരിക്കും. നമ്മുടെ ആ ഒരു റോളിൽ ഇന്ത്യൻസ് ആണ് കളിക്കുന്നത്, അത് എല്ലാവരും യങ് താരങ്ങളാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു സാധ്യത നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൽസീനിയോ പോലത്തെ JFCയുടെ ഒക്കെ പ്ലെയർ, അദ്ദേഹം ഒരു CB ആൻഡ് DM ഒക്കെ കളിക്കുന്ന പ്ലെയറാണ്. ഞാൻ ഈ ഒരു ഹോൾഡിംഗ് പ്ലെയർ, ഒരു ഫോറിനർ വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പം ജാഹുവിൻ്റെ കളി കാണുമ്പോഴാണ് തോന്നുന്നത്. കാരണം അങ്ങനത്തെ പ്ലെയേഴ്സിനെ ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറൊക്കെ ആണെങ്കിൽ അവരെ നമുക്ക് മറ്റേത് ടീമുകൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അവരിപ്പം നമുക്ക് ഒരു പ്ലെയർ അറ്റാക്കിങ്ങിൽ നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അവിടെ ഒരു ബാക്കപ്പ് പ്ലാൻ എന്ന നിലയ്ക്ക് ഈ ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ റോളിൽ അങ്ങനത്തെ ഒരു വിദേശി ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പം ആ ഒരു നിലയിൽ എൻ്റെ ഒരു തോട്ട് എന്ന നിലയിൽ മാത്രം പറഞ്ഞതാണ്. ഇപ്പം കോച്ചിനും ക്ലബിനും അങ്ങനെ ആ ഒരു പൊസിഷനിലൊരു ഫോറിനർ എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണേണ്ട കാര്യം തന്നെ. ഇനി ഫ്രണ്ട് 4ലേക്ക് വരുന്നൊരു സമയത്ത് ലൂണ എന്താണെങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകും, അടുത്ത സീസണിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്കറിയാം ലൂണയെ പറ്റി ഇനി എടുത്ത് പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങർ റോളിലോ അല്ലെങ്കിൽ ഒരു SS ആയിട്ടോ അല്ലെങ്കിൽ ഒരു AM ആയിട്ടോ ഒക്കെ കളിക്കാൻ കഴിവുള്ള, എവിടെ വേണേലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം അതിനോടൊപ്പം ആണ് നോവ സദോയി എന്ന് പറയുന്നൊരു താരം എത്തുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം പ്രീ കോൺട്രാക്റ്റായി അദ്ദേഹം ഇപ്പോൾ ഉടനെ ആ ഒരു സീസണൊക്കെ ശേഷം ആ ഒരു അനൗൺസ്മെൻ്റൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം വരുമെന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ളത് ആസ് പെർ റിപ്പോർട്ട്സ്. സോ നോവ കൂടി വന്നു കഴിഞ്ഞാൽ ലൂണയ്ക്ക് അതൊരു നല്ല സപ്പോർട്ടായിരിക്കും. നോവ പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്, ഗോൾ സ്കോറിംഗ് പ്ലെയറാണ്, ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കർ, അതുപോലെ സെൻറ്റർ ഫോർവേഡ്, ഈ റോളിലൊക്കെ കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. ഒരു സീസണിൽ 20+ ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ കൊടുക്കാൻ കഴിവുള്ള പ്ലെയറാണ്. ഈ സീസണിൽ അദ്ദേഹം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത് നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം അതൊരു നല്ലൊരു അഡീഷൻ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ദിമി കൂടി ഉണ്ടെങ്കിൽ ഇത് ഒരു വേറെ ലെവൽ ഫ്രണ്ട് 3 അല്ലെങ്കിൽ ഫ്രണ്ട് ട്രയോ ആയിട്ട് മാറും. കാരണം ഈ പറയുന്ന പ്ലെയേഴ്സൊക്കെ ഒരു സീസണിൽ 15+ അല്ലെങ്കിൽ 20+ ഗോൾ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ കഴിവുള്ള താരങ്ങളാണ്. ദിമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ കൂടിയാണ്. സോ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇവാൻ്റെ ഫസ്റ്റ് സീസണിലെ ലൂണ, ഡയാസ്, അൽവാറയേക്കാൾ ഒരു ബെസ്റ്റ് ട്രയോ ആയിട്ടൊക്കെ നമുക്ക് മാറ്റാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. ഈവൻ ദിമി പോയാൽ തന്നെയും നമുക്ക് അവിടെ ഒരു പ്യുവർ ആയിട്ടുള്ളൊരു നമ്പർ 9 സ്ട്രൈക്കറെ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. സോ പ്ലേയേഴ്സിൻ്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ദിമി പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മുടെ മാനേജ്മെൻറ്റാണ് ഇനി എത്ര തരത്തിലുള്ളൊരു നെഗോസിയേഷൻ നടത്തി ആ ഒരു മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ വരുന്നതിനേക്കാൾ കൂടുതൽ ഓഫർ ഇത് കൊടുത്ത് നിലനിർത്തുമോ എന്നുള്ളത് അറിയത്തില്ല. ഫോർ മീ ദിമിയെ നിലനിർത്തണമെന്നാണ്. കാരണം അതേപോലത്തെ ഒരു പ്ലെയറെ ഇനി കണ്ടുപിടിച്ച് കൊണ്ടുവരുമെന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉള്ള നിലയ്ക്ക്. അപ്പോൾ ദിമി ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മറ്റ് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ജോഷുവ സൊട്ടീരിയോയും അതുപോലെ തന്നെ ക്വാമി പെപ്രയും. അതായത് ഇതിലേതെങ്കിലും ഒരു പ്ലെയറെ നമുക്ക് കൊണ്ടുവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നോ എന്നുള്ളതാണ്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദിമി ഉണ്ട്, ഇപ്പം ദിമി ഉണ്ട്, ലൂണയുണ്ട്, നോവയുണ്ട്. അപ്പം ഈ പറയുന്ന 2 പ്ലെയേഴ്സിൽ ആരെ ചൂസ് ചെയ്താലും അവരൊരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിലായിരിക്കും ഉണ്ടാകുക. സോ നമുക്ക് അവിടെ വേണ്ടത് ഒരു പ്യുവർ സ്ട്രൈക്കറെയാണ്. ഇപ്പം പെപ്രയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സീസണിൽ ആദ്യമൊക്കെ കുറച്ച് താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടെങ്കിലും പിന്നീട് അദ്ദേഹം അത് മുതലാക്കി നന്നായിട്ട് പെർഫോം ചെയ്തു വന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് യൂസ് ചെയ്ത് സ്പേസ് മുന്നിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം അദ്ദേഹത്തെ നമുക്ക് ഇപ്പോൾ ദിമി ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു നമ്പർ 9 ആയിട്ട് കളിപ്പിക്കുക എന്ന് പറയുന്നതിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ സൊട്ടീരിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ഒരു പ്യുവർ നമ്പർ 9 എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു വിങ്ങർ റോളിലും SS റോളിലും ഒക്കെയാണ് കളിച്ചതെന്നൊക്കെയുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഒരു ഡാറ്റയൊക്കെ നോക്കിയ സമയത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കിയാൽ ഈ സീസൺ അദ്ദേഹം കളിച്ചിട്ടില്ല. അതിന് മുന്നത്തെ സീസണിൽ A ലീഗ് നോക്കിയാൽ 3 ഗോൾ 4 അസിസ്റ്റ്, അതിന് മുന്നത്തെ സീസൺ 6 ഗോൾ 3 അസിസ്റ്റ്, അതിന് തൊട്ട് മുന്നത്തെ സീസൺ 4 ഗോൾ 0 അസിസ്റ്റ്. അതൊരു
നമ്പർ 9 അല്ലെങ്കിൽ ഒരു പ്യുവർ സ്ട്രൈക്കർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്റ്റാറ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അദ്ദേഹം ഈ സീസണിൽ കളിക്കാണ്ട് ഒരു വലിയ ഇഞ്ചറിയും കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അപ്പം അതിലൊക്കെ ഉള്ളൊരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പം ഈ 2 താരങ്ങൾക്കും 2025 വരെ കോൺട്രാക്ട് ഉണ്ട്. അപ്പം നമ്മൾ ദിമി പോയി നോക്കുക, ഈ 2 താരങ്ങളെയാണ് സ്ട്രൈക്കിംഗ് സോണിൽ വെക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലൂണ, നോവ, ഈ 2 താരങ്ങളുള്ളതിലും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എത്രത്തോളം വരുമെന്നുള്ളതും ഒരു കൺഫ്യൂസിങ് ആണ്. ചിലപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തന്നെ മാറിയേക്കാം. ഈ 2 സ്ട്രൈക്കേഴ്സും ഈ പറഞ്ഞതുപോലെ ഒരു പ്യുവർ നമ്പർ, ഒരു ക്ലിനിക്കൽ ഫിനിഷറല്ല. സോ ആ ഒരു സാഹചര്യം പറയുമ്പോഴാണ് ഫെഡോർ, സക്കായി, ജസ്റ്റിൻ എന്നീ പേരുകളും പറയേണ്ടത്. ഈ താരങ്ങൾ ഇപ്പം സക്കായി ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള താരമാണ്. പക്ഷേ നമുക്ക് നോവയും ലൂണയുള്ള സാഹചര്യത്തിൽ സക്കായിയുടെ ഒരു ആവശ്യകത ഇനി എന്ത് എന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്ക് പൊസിഷൻ വൈസ് ആണല്ലോ പ്ലേയേഴ്സിന് വേണ്ടത്. അതുപോലെ തന്നെ ഫെഡോറിൻ്റെ കാര്യം എടുത്ത് അദ്ദേഹം സെക്കൻഡ് സ്ട്രൈക്കർ, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ നോവ ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്യുവറായിട്ടുള്ളൊരു സ്ട്രൈക്കറെ തന്നെയാണ് ആവശ്യം. പിന്നെ അദ്ദേഹത്തിന് ക്ലൈമറ്റുമായിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫെഡോറിനും വേണ്ട എന്നുള്ളതാണ് ഇത്. അദ്ദേഹം ഒരു ചെറിയൊരു ഷോർട്ട് ടേമിൽ വന്നിട്ടുള്ളൊരു പ്ലെയറാണ്. സോ പറഞ്ഞതുപോലെ ഒരു പ്യുവറായിട്ടുള്ള നമ്പർ 9 തന്നെയാണ് വേണ്ടത്. ഇപ്പം നമുക്കറിയാം പ്ലേ ഓഫ് സിറ്റുവേഷനിൽ ഇപ്പം ദിമി കളിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് മറ്റൊരു നമ്പർ 9 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ഗോളെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ദിമി എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ എന്ന നിലയിലുണ്ടായിരുന്നത്. അതല്ലാണ്ട് നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷൻ കൂടി വേണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ മുംബൈ സിറ്റി FC ആണെങ്കിൽ ഇപ്പം 2 പേരുണ്ട്. ഡയാസും ഇപ്പോൾ പുതുതായിട്ട് വന്ന ഫോറിനറും. അതിനേക്കാൾ ഉപരി നമുക്ക് മോഹൻ ബഗാൻ്റെ കാര്യമാണ് പറയേണ്ടത്. അർമാൻഡോ സാദുക്കു, കമ്മിൻസ് ഉണ്ട്. അതുപോലെ ഡീഗോ മൊറീഷ്യോ ആൻഡ് റോയ് കൃഷ്ണ ഒഡീഷ FCയുടെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് പറയാനൊക്കെ സാധിക്കും. അതേപോലത്തെ ഒരു 2 പ്ലേയേഴ്സ് ഉള്ളത് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് വെക്കുന്നത് അതിനൊരു ബാലൻസ് ഉണ്ടാകും. ഇപ്പം ലൂണ, അതുപോലെ നോവ, ദിമി ആൻഡ് മറ്റൊരു സ്ട്രൈക്കർ കൂടിയാണെങ്കിൽ പ്യുവർ നമ്പർ 9 ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അറ്റാക്കിങ്ങിൽ ആ ഒരു ബാലൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ ജസ്റ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റിൻ ഇനിയും പ്രൂവ് ചെയ്യാണ്ട്. അദ്ദേഹത്തിന് ഇഞ്ചുറികളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ പറഞ്ഞ പോലെ റിലേ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഈ പറഞ്ഞ ലോങ് ടേമിലൊക്കെ നോക്കുമ്പോൾ. പിന്നെ അദ്ദേഹം ഇനിയും പ്രൂവ് ചെയ്യാണ്ട്, യങ് ആണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോണിലൊക്കെ വിട്ട് ടെസ്റ്റ് ചെയ്ത് തിരിച്ചൊക്കെ കൊണ്ടുവരാവുന്നതാണ്. അതർവൈസ് ആ ഒരു 6 പ്ലേയേഴ്സിൽ ഉൾപ്പെടുത്തുന്നത് ഒരു ബാഡ് ചോയ്സ് ആയിരിക്കും. അതൊക്കെയാണ് പറയാനുള്ളത്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു 6 ക്വാളിറ്റി പ്ലേയേഴ്സിനെ, ഒരേപോലെ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ വേണം. 2 സെൻറ്റർ ബാക്സ്, അതിലൊരാൾ DM കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ നല്ലത്. അതുപോലെ ലൂണയും നോവയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 2 പ്യുവർ നമ്പർ 9 ആയിട്ടുള്ള താരങ്ങളെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസ് സ്ക്വാഡിനുണ്ടാകും. ഇപ്പോൾ ഈ സീസണിൽ പലർക്കും ഇഞ്ചുറി പറ്റിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പാടും കമ്പോസ് ചെയ്യാൻ സൈനിങ് ഓഫ്.